നമസ്കാരം. LP-UP ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. LP-UPയുടെ ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു സംശയമുണ്ട്. അത് SCERT പുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നമുക്ക് ഒടുവിൽ LP-UPയുടെ ഒരു സിലബസ്, വളരെ വിശാലമായൊരു സിലബസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. LP-UPയുടെ സിലബസിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിലബസ് വളരെ വിശദമായിട്ട് 6 പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുക. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിലബസിനെ ഏറ്റവും മികച്ച രീതിയിൽ ആദ്യം മനസ്സിലാക്കി ആ സിലബസിലെ കണ്ടന്റുകളെ എത്രയും പെട്ടെന്ന് ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് ബേസിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കുറച്ച് നാളത്തേക്ക് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പഴയ പുസ്തകങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അടിമുടി മാറുന്നുണ്ട് എന്ന് വേണേൽ പറയാം. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് നടന്നിട്ടുള്ള 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 5, 7, 9 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കാണ് ഈ കഴിഞ്ഞ അധ്യയന വർഷം മാറിയിട്ടുള്ളത്. അടുത്ത അധ്യയന വർഷം 6, 8, 10 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകളും മാറും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യൂണിറ്റുകൾ മാറ്റുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം കോർ കണ്ടന്റിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരള ചരിത്രം, നമ്മുടെ ഇന്ത്യ ചരിത്രം, നമ്മുടെ ലോക ചരിത്രം, നമ്മുടെ ഫിസിക്സ്, നമ്മുടെ കെമിസ്ട്രി, നമ്മുടെ ബയോളജി, നമ്മുടെ മാത്സ്, നമ്മുടെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ഇതിനകത്ത് കോർ കണ്ടന്റുകൾക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. എന്നിരുന്നാലും പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ ആഡഡ് ഇൻഫർമേഷൻസും പഴയ ടെക്സ്റ്റ് ബുക്കുകളിലെ എന്തെങ്കിലും സാധനം പുതിയതിനകത്ത് മാറ്റിയിട്ടുണ്ട്, പ്രധാനപ്പെട്ടവയുണ്ടെങ്കിൽ അതുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത്തരത്തിലൊരു പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻട്രിയുടെ ഈ ഫൗണ്ടേഷൻ ബാച്ച് വന്നിരിക്കുന്നത്. ഈ ബാച്ചിൻ്റെ ആദ്യ ഭാഗത്ത് പ്രീ കോഴ്സ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ലഭ്യമാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ സിലബസിന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് സിലബസ് ആദ്യം കവർ ചെയ്യാനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുശേഷം വരുന്ന മാറ്റത്തിനനുസരിച്ചുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവും. ഇത് അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് LP-UP കോഴ്സിൻ്റെ ഭാഗമാവുക. ലോങ് വ്യൂവിലുള്ള ആ ഒരു എക്സാമിന് ഫസ്റ്റ് റാങ്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കത്തിലേക്ക് നിങ്ങൾ ഇപ്പോഴേ മനസ്സിനെ സജ്ജമാക്കുക. എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ലക്ഷ്യം 1ാം റാങ്കാണ്, മറക്കണ്ട.